ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥന. ദൈവമക്കളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ബലം അവന്റെ ഉൾക്കാഴ്ചകളും അവൻ കണ്ട ദർശനങ്ങളും അവന്റെ ഉള്ളിൽ അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുമൊക്കെ അവന് ജീവിക്കാൻ പ്രേരിപ്പിക്കും. അവന്റെ ഉള്ളിൽ അവൻ കണ്ട സ്വപ്നങ്ങൾ അവനെ മുന്നോട്ട് പോകുവാനായിട്ട് പ്രേരിപ്പിക്കും. നമ്മൾ എസെക്കിയേൽ വചനം ധ്യാനിച്ചു 1-ാം അധ്യായത്തിൽ നിൽക്കുന്നത്. എസെക്കിയേലിന്റെ ദർശനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയായിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ പ്രവാസത്തിലിരുന്ന മനുഷ്യനെ കൊണ്ട് ഇത് തിരിച്ചു വരാൻ പോവുക. ദൈവത്തിന്റെ വലിയ വെളിപ്പെടുത്തലുകൾ ജനത്തിന് കൊടുക്കുവാനായിട്ട് അടങ്ങിയൊതുങ്ങി അടിമയായി കഴിഞ്ഞവനെ കർത്താവ് എടുത്ത് ഉയർത്തുക ദൈവത്തിന്റെ വലിയ സ്വരമായിട്ടാണ്. ഒരുപക്ഷെ ബൈബിളിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ചില ദർശനങ്ങൾ, ദർശനങ്ങളുടെ പ്രവാചകൻ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു എസെക്കിയേലാണെന്ന് പറയേണ്ടി വരും. ദാനിയേൽ പ്രവാചകനുണ്ട്, എസെക്കിയേലാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ദർശനം നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ദർശനം വീണ്ടും വെളിപാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദർശനം ഇങ്ങനെയാണ്: ഇതാ 4 ജീവികളുടെ രൂപങ്ങൾ അതിൻ്റെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവയ്ക്ക് മനുഷ്യരുടെ ആകൃതിയായിരുന്നു. മനുഷ്യരുടെ രൂപമുള്ള 4 മൃഗങ്ങൾ കാണപ്പെടുക. നമ്മൾ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ പണ്ടൊരിക്കലും വ്യാഖ്യാനം മുമ്പോട്ട് പോകാം. എന്നാൽ ഓരോന്നിനും 4 മുഖങ്ങളും 4 ചിറകുകളും ഉണ്ടായിരുന്നു. 4 മുഖങ്ങളും 4 ചിറകുകളും അവയുടെ കാലുകൾ നിവർന്നതും കാലടികൾ കാളക്കുട്ടിയുടെ കുളമ്പ് പോലെയുള്ളതുമായിരുന്നു. തേച്ചുമിനിക്ക് ഓടുപോലെ അവ തിളങ്ങി. ദൈവങ്ങളെ ഒരു പ്രത്യേകത കാണുക. അവയുടെ കാലുകൾ നിവർന്നതും കാലടികൾ കാളക്കുട്ടിയുടെ കുളമ്പ് പോലുള്ളതുമായിരുന്നു. തേച്ചുമിനിക്ക് ഓടുപോലെ അവ തിളങ്ങി. നടക്കുന്ന ഇടങ്ങൾക്ക് എന്തോ പരിശുദ്ധിയുള്ള ഒരു ബലിമൃഗത്തിന്റെ ഓർമ്മപ്പെടുത്തലുള്ള ഒരു ദർശനം. ദൈവമക്കളെ, ജീവിതത്തിന്റെ പ്രത്യേകത ഉറപ്പുള്ള കാലുകൾ. നീ ജീവിതത്തിൽ ഇടറിപ്പോയവനാണ്. നിനക്ക് ഉറപ്പുള്ള കാലുകളോടെ, ഇനി തേച്ചുമെനിക്കിയ കാലുകളോടെ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ബലമുള്ള ഓടുകൊണ്ടുള്ള കാലുകൾ. വീണ്ടും ഒരു ബലിയുടെ അനുഭവം ജീവിതത്തിൽ കാണാം. ഏതവസ്ഥയിൽ ദിസ് ഈസ് മൈ സാക്രിഫൈസ്, ദിസ് ഈസ് മൈ യൂക്കറിസ്റ്റ്. ജീവിതത്തിൻ്റെ ഓരോ സങ്കടങ്ങളും വേദനകളും ഒക്കെ ഒരു കുർബാനയാണെന്നൊക്കെ ഏറ്റുപറയാൻ പറ്റുമോ? അവയുടെ 4 വശത്തും ചിറകുകൾക്ക് കീഴിൽ മനുഷ്യകരങ്ങൾ ഉണ്ടായിരുന്നു. 4നും മുഖങ്ങളും ചിറകുകളും ഉണ്ടായിരുന്നു. മനുഷ്യന്റെ മുഖവും മനുഷ്യന്റെ കരവും. മനുഷ്യന്റെ മുഖവും മുഖങ്ങൾ മനുഷ്യൻ്റെത്, കരങ്ങൾ മനുഷ്യൻ്റെ നോക്കിയുള്ള ഒരു വല്ലാത്തൊരു വെളിപ്പെടുത്തലില്ലേ? ക്രിസ്തു എന്നൊരു വ്യക്തി തെളിഞ്ഞു വരുന്നതായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ സമയത്ത്? ഓരോന്നും ഇടംബലം തിരിയാതെ അവയുടെ ചിറകുകൾ പരസ്പരം സ്പർശിച്ചിരുന്നു. ഓരോന്നും ഇടംബലം തിരിയാതെ നേരെ മുന്നോട്ട് നീങ്ങിയിരുന്നു. ദൈവമക്കളെ, ക്രിസ്തുവിനെ നിന്റെ ദർശനങ്ങളുടെ ഭാഗമാക്കി മാറ്റുവാനായിട്ട് നിനക്ക് പറ്റും. ഇടംബലം തിരിയാതെ മുന്നോട്ട് ക്രിസ്തുവിലേക്കുള്ള യാത്രയാണ് ജീവിതമെന്ന് ഒന്ന് പറഞ്ഞു പഠിപ്പിച്ച ജീവിതത്തെ. ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ ക്രിസ്തുവിലേക്കുള്ള നീ ഒരു രോഗിയായിരിക്കാം, വേദനിക്കുന്നവനായിരിക്കാം, തകർന്നവനായിരിക്കാം, തളർന്നവനായിരിക്കാം, വിഭവാസത്തിലായിരിക്കാം. കർത്താവേ, അങ്ങിലേക്കുള്ള യാത്രയാണ്. ഈശോയെ, അങ്ങയുടെ കരങ്ങളാണ് പൊതിഞ്ഞു പിടിക്കുന്നതെന്ന്, അങ്ങയുടെ മുഖമാണ് എൻ്റെ നേരെ തിരിഞ്ഞിരിക്കുന്നതെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നൽകണമേ. രോഗികൾ, വേദനിക്കുന്നവര്, ദുഃഖിക്കുന്നവര്, വിഷമിക്കുന്നവര്, കർത്താവെ തിരുക്കരമുയർത്തി മക്കളെ ആശീർവദിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ